Hi everyone, welcome to my English class. I am senior teacher. +1 ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് വേണ്ടി തീവ്രമായ പരിശീലനം നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. കഴിഞ്ഞ വീഡിയോയിൽ എങ്ങനെയാണ് റിപ്പോർട്ടഡ് സ്പീച്ച് ചെയ്യേണ്ടതെന്ന് നമ്മൾ പഠിച്ചു. Today we are going to deal with if clauses, the easiest method to learn if clause. That's what I am going to introduce you today. നോർമലി നമുക്ക് എപ്പോഴും പരീക്ഷയ്ക്ക് +1 +2 എന്ന് മാത്രമല്ല തുടർന്നുള്ള എല്ലാ മത്സര പരീക്ഷകളിലും വരുന്ന ഒരു ചോദ്യമാണ് ഇഫ് ക്ലോസസ് റിലേറ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ടുള്ളതാണെങ്കിലും ഒരു ചെറിയ അശ്രദ്ധ കാരണം അല്ലെങ്കിൽ എന്താണിത് എന്ന് മനസ്സിലാക്കാത്തത് കാരണം എല്ലാവരും തെറ്റിക്കുന്ന ഒരു പാർട്ടുമാണ്. ഇഫ് ക്ലോസ് എങ്ങനെ മനസ്സിലാക്കി വെക്കണം? സം ടിപ്സ് ഐ വിൽ ഗിവ് യു ടുഡേ. ഇറ്റ് വിൽ ബി വെരി ഈസി ഫോർ യു ടു ഡു ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു ഇഫ് ക്ലോസസ്. ഓക്കെ. Normally, conditional sentences are sometimes confusing for learners of English. പലപ്പോഴും നമുക്കൊരു കൺഫ്യൂഷൻ വരാവുന്ന ഏരിയയാണത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഐ വുഡ് ലൈക്ക് ടു ടെൽ യു ദാറ്റ് ദർ ആർ 3 conditional clauses. Actually, there are 4. One zero conditional also is there. Zero conditionals are used to talk about universal facts or scientific truths. But normally, the questions that come for your examination is related to the 3 conditional clauses. Type 1 conditional clause ne kurichu namukku nokkam. Conditional clauses always deal with condition in order to fulfill an action. Okay. അപ്പോൾ ഒരു സെൻറ്റൻസിൽ ഇഫ് ക്ലോസ് ഉണ്ടെങ്കിൽ അതിലൊരു മെയിൻ ക്ലോസ് ഉണ്ടാവും. ഇഫ് ക്ലോസ് ഈസ് ഡിപ്പെൻഡൻറ്റ് ഓൾവേസ് അപ്പോൺ ദി മെയിൻ ക്ലോസ്. മെയിൻ ക്ലോസിനെ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു പാർട്ടാണ് ഇഫ് ക്ലോസ്. 3 തരത്തിലുള്ള ഇഫ് ക്ലോസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ദ ഫസ്റ്റ് കണ്ടീഷണൽ, ദാറ്റ്സ് അബൌട്ട് എ കണ്ടീഷൻ വിച്ച് ഈസ് പോസിബിൾ ടു ഫുൾഫിൽ. നമുക്ക് നിറവേറ്റാൻ കഴിയുന്ന ഒരു കണ്ടീഷനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ്. നന്നായി പഠിച്ചാൽ പാസ്സാവാനുള്ളൊരു സാധ്യതയുണ്ട്. ദെൻ സെക്കൻഡ് കണ്ടീഷൻ, ഇഫ് യു സ്റ്റഡീഡ് വെൽ യു വുഡ് പാസ്. നന്നായി പഠിച്ചിരുന്നെങ്കിൽ പാസ്സായേനെ. നമ്മളൊരു പരീക്ഷയൊക്കെ കഴിഞ്ഞ ഉടനെ പറയാല്ലേ, ഷോ നന്നായി പഠിച്ചിരുന്നെങ്കിൽ പാസ്സായേനെ. അപ്പോൾ ദർ ഈസ് എ ചാൻസ്, എ ലീസ്റ്റ് പോസിബിലിറ്റി ഈസ് ദർ. ദെൻ തേർഡ് കണ്ടീഷണൽ, കണ്ടീഷൻ നോട്ട് അറ്റ് ഓൾ പോസിബിൾ ടു ഫുൾഫിൽ, ഇറ്റ്സ് ടു ലേറ്റ്. ഇഫ് ഐ ഹാഡ് സ്റ്റഡീഡ് വെൽ ഐ വുഡ് ഹാവ് പാസ്ഡ്. നന്നായി പഠിച്ചിരുന്നെങ്കിൽ ഞാൻ പാസ്സായേനെ. അതിൻ്റെ അർത്ഥം എന്താണ്? നന്നായി പഠിച്ചതുമില്ല പാസ്സായതുമില്ല. ഇറ്റ്സ് ടു ലേറ്റ് ഫോർ സച്ച് എ റിയലൈസേഷൻ. ഇനി നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ, ആസ് ഐ ടോൾഡ് യു ഏർലിയർ, എ കണ്ടീഷണൽ സെൻറ്റൻസ് ഹാസ് 2 parts, an if clause and a main clause. So in the first conditional, we use simple present in the if clause and simple future in the main clause. Now in the second conditional, simple past will be used in the if clause and would plus infinitive will be used in the main clause. Now the third conditional, past perfect is used in the if clause and would plus have plus past participle form or V3 is used in the main clause. If I study, I'll not fail the exam. If I studied, I wouldn't fail the exam. If I had studied, I wouldn't have failed the exam. Now let's get into more details regarding first conditional. Okay, it is used to represent an action which is possible. So we know that in the if clause we use simple present and in the main clause we use future tense. Examples: if I study, I will pass the exams. If you see John tonight, tell him to email me. There is another chance for using this type of a sentence. ജോണിനെ കാണുകയാണെങ്കിൽ പറയണം. There, if you see John tonight, simple present in the if clause and infinitive in the main clause. Tell him. Will tell nalla, told nalla. We have to use tell him. Tell him to email me. Then, if Ben gets up early, he can catch the bus. ഇതും നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് സെൻറ്റൻസ് ആണ്. ഇഫ് യു ഗെറ്റ് അപ്പ് ഏർലി യു ക്യാൻ ക്യാച്ച് ദ ബസ്. നേരത്തെ എഴുന്നേറ്റാൽ നിങ്ങൾക്ക് ബസ് കിട്ടും. ആഫ്റ്റർ modal auxiliaries you can use only the infinitive. Must do, can do, could write. Okay, after modal auxiliaries നമ്മൾക്ക് ബേസ് ഫോം ഓഫ് ദ verb മാത്രമേ ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. So this is the first conditional.
നിങ്ങൾ ഫസ്റ്റ് സെൻറ്റൻസിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. ഏതാണത്? ഇഫ് ഐ സ്റ്റഡി ഐ വിൽ പാസ് ദ എക്സാമിനേഷൻ. സിമ്പിൾ പ്രസൻറ്റ് ഇൻ ദി ഇഫ് ക്ലോസ് ആൻഡ് സിമ്പിൾ ഫ്യൂച്ചർ ഇൻ ദി മെയിൻ ക്ലോസ്. ഇഫ് ക്ലോസിനെ കുറിച്ച് പ്രത്യേകം പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇഫ് ക്ലോസ് ആദ്യമോ അവസാനമോ എഴുതാം. ഇറ്റ്സ് ഓക്കെ. ഇഫ് ഐ സ്റ്റഡി ഐ വിൽ പാസ് ദ എക്സാംസ് ആൻഡ് ഐ വിൽ പാസ് ദ എക്സാംസ് ഇഫ് ഐ സ്റ്റഡി. ബോത്ത് ആർ കറക്റ്റ്. നൗ ലെറ്റ്സ് സീ what are the details about second conditional. As we said earlier, it's theoretically possible to fulfill a condition which is given in the if clause. We use simple past in the if clause and would plus infinitive in the main clause. Example, if I studied, I would pass the exams. If I studied, simple past tense. I would pass the exams. Would plus base form of the verb. Would plus pass. This is second conditional. Now third conditional. It's impossible to fulfill a condition which is given in the if clause. നടക്കാനേ സാധ്യതയില്ലാത്തൊരു കണ്ടീഷനാണ്. ഇഫ് ക്ലോസിൽ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കും. അതുപോലെ മെയിൻ ക്ലോസിൽ വുഡ് പ്ലസ് ഹാവ് പ്ലസ് V3. എക്സാമ്പിൾ, ഇഫ് ഐ ഹാഡ് സ്റ്റഡീഡ് I would have passed the exams. നോക്കൂ, ഇഫ് ക്ലോസിൽ ഇഫ് ഐ ഹാഡ് സ്റ്റഡീഡ് പാസ്റ്റ് പെർഫെക്റ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇഫ് ഐ ഹാഡ് സ്റ്റഡീഡ്. ഓക്കെ, ഐ വുഡ് ഹാവ് പാസ് ദ എക്സാംസ്. വുഡ് പ്ലസ് ഹാവ് പ്ലസ് V3. പോസിബിൾ, തിയററ്റിക്കലി പോസിബിൾ ആൻഡ് നോട്ട് അറ്റ് ഓൾ പോസിബിൾ. 1, 2 and 3. ഇനി ഇതൊക്കെ പഠിച്ചാലും ഞാൻ നിങ്ങൾക്കൊരു എളുപ്പവഴി പറഞ്ഞു തരട്ടെ. ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ 3 സെൻറ്റൻസ് ഇതാ, ഇത് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ഇത് പഠിച്ചാൽ തന്നെ 3 ഇഫ് ക്ലോസിൻ്റെ എക്സാമ്പിൾസാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ 3 ഫോം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ പരീക്ഷയ്ക്ക് ഏത് ചോദ്യം വന്നാലും ഈ ഫോമിൻ്റെ സ്ട്രക്ചർ ഒന്ന് ഓർത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ചോദ്യപേപ്പറിൽ തന്നിരിക്കുന്ന സെൻറ്റൻസ് കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ദിസ് ഈസ് ദ ഈസിയസ്റ്റ് വേ ഫോർ യു ടു ലേൺ ഇഫ് ക്ലോസസ്. Learn these 3 types of sentences by heart. Okay, that's all about if clauses. We'll catch you soon with active and passive voice tomorrow. Till then, bye.